സൂക്ഷിച്ചു പോടാ. ചാക്കിൽ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാ എന്തു പറയും? പിന്നാക്കാന്ന് പറഞ്ഞാ മതി. പിന്നാക്കോ? എടാ നിന്റെ തലയിലെ കാര്യമല്ല, ചാക്കിലെ കാര്യമാ പറഞ്ഞത്. ആ സ്ഥലം എത്തി. മിണ്ടാതെ. അയ്യടേ, നിന്നെയൊക്കെ കക്കാൻ പഠിപ്പിച്ച എന്നെ വേണം ഇവിടെ അടിക്കാൻ. 19 കടകൾ കുത്തി തുറന്നിട്ടും ഇനി നേരാവണ്ണം ഒന്നും പഠിച്ചില്ലെന്ന് വെച്ചാ ഫാസ്റ്റപ്പ് വേഗം ആവട്ടെ. ഇത് പഴമല്ല, കൂട്ടാണ്. ഒറ്റ ചവിട്ടടിച്ചാന്നോണ്ടല്ല പട്ടി ചവമേ. എന്താടാ കൊച്ചുവായിൽ വലിയ വർത്താനം പറയണ? ഇടിച്ച് നെഞ്ചാമുടി കലക്കി കളയും. കുഴിഞ്ഞിരുന്ന് അറക്കടാ. രാവടാ, രാവ് രാവ്. അയ്യോ തോക്ക്! ഞാൻ പോലീസല്ല കള്ളൻ കള്ളൻ. വലിക്കല്ലേ പൊട്ടും. നീ ആരടാ? നിങ്ങളാരാ? ഞാൻ കള്ളൻ അല്ല, പോലീസ്. അതൊന്നും തരുക. ഇത് കളിത്തോക്ക. ഇതാരോടും പറയണ്ടേ? അയ്യോ, ഇതേത് പുതിയ തൊണ്ടി? തൊണ്ടിയല്ലടി, മഹാതെണ്ടിയാ. അത് ശരി, അപ്പൊ മോഷണമാണ് നിങ്ങളുടെ പണി. ഇത് ഞാൻ പോലീസിനോട് പറയൂ. എന്റെ സ്വഭാവം നിനക്കറിയില്ല, ഒന്ന് പറഞ്ഞോടറി. നിക്കുന്നത് അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനും ആഭിജാത്യമുള്ളവനും പരമസുന്ദരനും ലോകൈക ചെറ്റിയെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനുമായി നിൽക്കുന്നത്. ഞാൻ പിന്നെ കൊണ്ട് നടക്കുന്നല്ലേ ഉള്ളു മക്കളെ. എന്റെ മുമ്പിൽ വെച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ മാന്യന്മാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ പോലീസിനെ വിളിക്കും. മനസ്സമാധാനോട്ടൊന്ന് കക്കാന്ന് വിചാരിച്ച് അവിടെ എമ്പറിച്ചാൽ കുരിച്ചുകള്. അല്ല, മക്കൾ എങ്ങനെ ഇതിനകത്ത് കയറി? അല്ല, നിങ്ങൾ എങ്ങനെ അകത്ത് കയറിയ? ഞങ്ങൾ താഴെ ഇറത്തി കയറി. ഞാനേ താഴെ ഇറക്കാതാ കയറിയേ. ഇതാരിത്? ഇവൻ നമ്മളെക്കാൾ വലിയ കള്ളനാ. ഇവൻ നമുക്ക് നോക്കാം. ഇവനിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. എന്താ നിങ്ങൾ ഈ കൊച്ചിനെ പിടിച്ച് ഗുരുവാക്കാൻ നോക്കും മനുഷ്യ? പിള്ളേരെ ആ ചാക്കം കൊണ്ടിങ്ങി വരി. അതൊരു ആക്സിഡന്റാ. നോക്കുന്നുണ്ട്. നിങ്ങളും ചുമ്മാ എടുത്തോ. ഇങ്ങോട്ടാ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പിള്ളേരെ വേഗം ആവട്ടെ. ഫാസ്റ്റ് അവിടെ വയ്യപ്പി. വേഗം റെഡിയാകട്ടെ, പോണം. അപ്പൊ നിങ്ങള് കള്ളന്മാര് മാത്രല്ല, പിച്ചക്കാരും കൂടിയാണല്ലേ? പിച്ചക്കാരൻ നിന്റെ തന്ത. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് മോഷ്ടിക്കുന്നവരാ, അല്ലാതെ തെണ്ടികളല്ലടാ. മോഷ്ടിച്ചിട്ടാണോ അന്തസ്സായിട്ട് ജീവിക്കുന്നേ? ഊപ്പേ, ഞങ്ങള് പറയുന്ന അനുസരിച്ച് നിന്നാ മതി കേട്ടാ. വലിയ വർത്താനൊന്നും പറയണ്ട. ഒന്ന് വേഗമായിട്ട് മല്ലേശ്വരി. പോലീസ് പിടിക്കാത്ത സ്ഥലം നോക്കണം. പോലീസ് നമ്മളെ ഒട്ടും ശല്യം ചെയ്യാത്തൊരു സ്ഥലമുണ്ട്. അതെവിടെയാടി? ലോക്കപ്പ്. അവിടെ ആവുമ്പോ 3 നേരം ഞമ്മ കിട്ടും. ലോക്കപ്പിലൊക്കെ എന്റെ പട്ടി വരും. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. എപ്പോഴും കടന്ന് അവരെന്തായിരിക്കും? ചേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താടാ മോനെ? നിങ്ങളുടെ തന്ത ആരാന്നായിരിക്കും. ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് കൊച്ചല്ലേ, മനസ്സിലാവൂല. അതെനിക്ക് നേരത്തെ മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചൂടെ? എടാ, സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നത്? സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 10 സെന്റ്, KSRTC ബസ് സ്റ്റാൻഡിൽ 8 സെന്റ്, എറണാകുളം മൈറഗാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണമെന്ന് മേയർ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവനാണ് ഞാൻ. MG റോഡിന്റെ വക്കിലേ. ഈ ചെറുക്കൻ സ്വപ്പ പെശാണെന്നാണ് തോന്നണേ. കൂടെ കൊണ്ടുവിടുന്ന കൊടുക്കാൻ പാരയാവോ? എടി, ഇവൻ മറ്റു 4 പേരെ പോലെ കഴുതയല്ല, 10 വയസ്സ് കൂടുതലാ. എന്തോന്ന്? തലയിൽ ഇത്തിരി കൂടുതലുണ്ടെന്ന്. മുടിയാ? എങ്കി പിന്നെ മുട്ടയടിച്ചങ്ങ് വിട്ടുകളയാന്ന്. മുടിയല്ലടി, ബുദ്ധി. ഓ, നിങ്ങൾക്കില്ലാത്ത സാധനം. എടി, ഇവനെ കൂടി നമ്മുടെ ട്രൂപ്പിൽ പെടുത്തിയാൽ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിക്കും. മൊണ്ണയാണെങ്കിലും നിങ്ങളുടെ തല. കൊച്ചേ, ഇനി മുതൽ നീയും ഈ 4 പിള്ളേരും ഒന്നാണ്. 4 1 5 അല്ലേ? അയ്യോ, ഒറ്റ കെട്ടായിരിക്കണമെന്ന് പറഞ്ഞാണ് മനുഷ്യ. അമ്മോ, ഇങ്ങനെ ഒരു രാപകലില്ല അധ്വാനിക്കുന്നവരുടെ കമ്പനിയാണിത്. ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി, അത് തെണ്ടലായാലും മോഷണമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങളെ ഏൽപ്പിക്കണം. നിനക്കുള്ള കമ്മീഷൻ തരും. അത് മോശമല്ലേ? എന്ത് കമ്മീഷൻ കിട്ടണം?
വേണ്ടെങ്കിൽ വേണ്ട. ദേ, ഇവന് കമ്മീഷൻ വേണ്ട. ശരി മനുഷ്യ വെയില് മൂക്കുന്നു. ആ എല്ലാം എടുത്തോടാ, ഞാൻ വണ്ടി ഇറക്കാം. കൊച്ചേ ഇങ്ങോട്ട് എഴുതി വന്ന് ഇതിൽ വല്ലോ മനസ്സിലായി? അരിതാമ മനസ്സിലായ? അരിതാമ. പൈസ താമ. ഇനി ആരോഹണത്തിൽ പാടൂ. സബാഷ്. ഇനി അവരോഹണത്തിൽ പാടിത്തണ്ടു. എടാ തോമ, നിന്റെ താമ ശരിയല്ല. എഴുതക്കടാ. എടാ സ്വരത്തിൽ കയറി പിടിക്കടാ. ഇങ്ങനെ തന്നെ ഒരു ചുക്കം കിട്ടില്ല എനക്ക്. എന്റെ മുന്നിലേക്ക് ഇങ്ങോട്ടിട് മനുഷ്യ, ഇങ്ങോട്ടിട്. ഇരിക്കടാ, എഴുതക്കടാ. നീ പാടിക്കൊടു. തരിക തരിക നല്ല സാരി തരൂ അമ്മ. സംഗതിയൊക്കെ തറക്കിട്ടില്ല, പക്ഷെ നിന്റെ അമ്മയ്ക്കുള്ളി ശരിയല്ല. എടാ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിയിരുന്ന് വേണം സാധനം ചെയ്യാൻ. സാധനമല്ല മനുഷ്യ, സാധവം. സാധവം. ആ ഇത് തന്നെ. ഇനി ഓരോരുത്തരും നാളെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചാണ് അടുത്ത പാഠം. മുസ്തഫ സ്റ്റാൻഡപ്പ്. എഴുതേക്കടാ. എടാ നീ നാളെ ബസ്സിലെ കാർഡിയോളജിസ്റ്റാ. എന്ന് വെച്ചാൽ എന്താ? എടാ ഈ ബസ്സിൽ കാർഡ് ഇട്ട് തെണ്ടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതാണ് കാർഡിയോളജിസ്റ്റ്. ആരാ? കാർഡിയോളം കാർഡിയോളജിസ്റ്റ്. ആ എന്താടാ മിഴിച്ചു നോക്കുന്നേ? കേട്ട് പഠിച്ചോടാ തണ്ടി. ഇരിക്കടാ. ലവനെ നമ്മള് ട്രെയിനിൽ പാടാൻ വിട്ടാ മതി. എഴുതേക്കടാ. അപ്പൊ ഏത് പാട്ട് നീ പാടാൻ പോണേ? 1000 പാദസ്വരങ്ങൾ കിലുങ്ങി. സംഗതി കൊള്ളാം, പക്ഷെ പാലക്കാട് വരെ പറ്റൂ. അത് കഴിഞ്ഞാൽ തമിഴ്നാടാ. തമിഴ് വേണം. തമിഴിൽ എങ്ങനെ പാടും? ഇത് തന്നെ പാടാ. 1000 പാദസരങ്ങൾ കിലുങ്കി ആലുവാപ്പുള പിന്നെയും ഒഴുകി ഗമപ്പ ഒഴുകി. അപ്പൊ വണ്ടി ബോംബെ എത്തിയാ ഇന്ത്യക്ക് എന്ത് ചെയ്യും? അതിനു മുമ്പ് പോലീസ് പിടിക്കില്ലേ? എന്തൊരു ബുദ്ധിയാണ് ഈ മെന്റൽ ശക്തി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ നമ്മൾ ക്രോൺപനെയൊക്കെ ക്രോർപതി ആയി പോയേനെ. അപ്പൊ ഇതുവരെ എനിക്ക് ബുദ്ധിയില്ലെന്നാണ് പറഞ്ഞ. നമ്മളൊരു സത്യം പറഞ്ഞ അത്രേ ഉള്ളു അല്ലേ മക്കളെ? സത്യം പറഞ്ഞ നീ സത്യം പറഞ്ഞ ഈ കുടിലിന്റെ മുമ്പിൽ സത്യം പറഞ്ഞ നല്ല മണിക്കം പോലത്തെ പിള്ളേരെ ചീത്താക്കിയുണ്ടല്ലോ. ചീത്താക്കിയങ്ങൾ എന്തോ ചെയ്യും? കൊല്ലിക്കാനല്ലേ നിങ്ങളുടെ കയ്യാങ്കളി എന്റെ ഓമ്യങ്ങൾ കാണിക്കരുത് കേട്ടോ. ഈ മല്ലേശ്വരിയോട് കളിച്ചാലുണ്ടല്ലോ. അയ്യോ ഒന്ന് എടുത്തരുമോ പ്ലീസ്? ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ന് രണ്ടിലൊന്നും കാര്യം. അയ്യോ പോണ പോയി പിടിക്കേ. നീ എവിടെ പോയിണ്? ഞാൻ എന്റെ പാട്ടിന് പോവാ. പാട്ടിന് പോണ? നീ പാട്ടിന് ഡാൻസിനൊന്നും പോണ്ട. നിനക്ക് പറ്റിയ പണി മോഷണം. ഞാൻ മോഷ്ടിക്കില്ല. ഞാൻ മോഷ്ടിക്കില്ലാന്ന്. നിങ്ങൾ അതിനെ പേടിപ്പിക്കാതെ മക്കള് മോട്ടിക്കണ്ട കേട്ടോ. കട്ടാ മതി. പിന്നെ ഈ നിക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇവിടെ കുഞ്ഞങ്ങ് സമ്മതിച്ചേക്ക് കേട്ടാ. ഷീ കോൺഫിഡന്റ്. സോറി. സമ്മതിച്ചടാ. നാളെ നിനക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി തരാൻ പോവുകയാണ്. പോയി കിടന്നോ. ഞങ്ങളിതേ പോവേണേ. എന്റെ മോൻ ഭാവിയിൽ കായംകുളം കുറ്റനെ കട